നമസ്കാരം. എൻ്റെ കഴിഞ്ഞ മെസ്സേജിൽ ഞാൻ പറഞ്ഞു, ബൈബിളിൽ പറയുന്ന യഹോവ എന്ന് പറയുന്നത് ശരിക്കും ദേഷ്യത്തിൻ്റെയും സ്ട്രിക്റ്റ് അതികഠിനനും ആയ ഒരു ദൈവഭാവത്തെയാണ് യഹോവ ആയി നമ്മൾ സങ്കല്പിക്കുന്നത്, അല്ലെ നമ്മൾ ബൈബിളിലൂടെ കാണുന്നത്. എന്നാൽ യേശുവിലൂടെ വരുമ്പോൾ സ്നേഹഭാവമുള്ള ഒരു രീതിയാണ് വരുന്നത്. ഇതെല്ലാം ഒരേ ദൈവത്തിന്റെ ഓരോ സ്വഭാവങ്ങളാണെന്നും ഓരോ ഭാവങ്ങളാണെന്നും അതിനെ ഹൈന്ദവത്തിൽ ശിവഭാവം, ദേഷ്യഭാവത്തെ അല്ലെ നശീകരണ ഭാവത്തെ ശിവഭാവമെന്നും മറ്റ് പരിപാലനം ചെയ്യുന്ന സ്നേഹഭാവത്തെ വിഷ്ണുഭാവം എന്നൊക്കെ ഹൈന്ദവത്തിൽ പറയുന്നു. അപ്പൊ അതുപോലെ ബൈബിളിൽ ഈ യഹോവ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ശിവഭാവത്തിലുള്ള സൃഷ്ടാവ ദൈവത്തെക്കുറിച്ചാണ് അതിൽ പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്റെ മെസ്സേജുകൾ അധികം കേട്ടിട്ടില്ലാത്ത പുതിയ ആൾക്കാരാണെന്ന് തോന്നുന്നു. അവർ ഈ മെസ്സേജ് കേട്ടിട്ട് ഞാൻ സൃഷ്ടാവ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ദൈവത്തിന്റെ ക്രോധഭാവം അല്ലെ ദേഷ്യഭാവം അല്ലെ അതികഠിനമായ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഭാവത്തെയാണ് ഈ ശിവഭാവം എന്ന് പറയുമ്പോൾ അവരത് തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മുടെ ഈ ഭൂമിയിലുള്ള ഹിമാലയത്തിൽ അല്ലെ കൈലാസത്തിൽ ഉയർന്ന ആ ഒരു മേഖലയിൽ ഇരുന്ന് പണ്ടേ വന്നിരുന്ന് വസിച്ച് ഭൂമിയിലെ ജനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഏലിയൻ ശിവൻ എന്ന് പറയുന്ന നമ്മൾ സങ്കല്പിച്ച ഒരു ഏലിയന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നതെന്ന് വിചാരിച്ച് ഒരുപാട് കമന്റുകൾ ഒക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും കൈലാസത്തിലുള്ള രൂപങ്ങളുള്ള ആ രൂപത്തിൽ പല ആൾക്കാർ പണ്ടേ കണ്ടിട്ടുള്ള രൂപങ്ങളാണ് ഇപ്പോഴും നമ്മുടെ ഇടയിലൊക്കെ ആ ശിവന്റെ രൂപമുള്ളത്. ഇതൊക്കെ പലരും ദർശനത്തിലെ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ആ ശിവന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന ശിവം അല്ലെങ്കിൽ സൃഷ്ടാവാ ദൈവം അല്ലെങ്കിൽ ശിവൻ എന്ന് പറയുന്ന ക്രോധഭാവമുള്ള സൃഷ്ടാവാ ദൈവത്തിന് പ്രത്യേകിച്ച് രൂപമൊന്നുമില്ല. അതാരും കണ്ടിട്ടുമില്ല. അതൊരു പ്രകാശം, ഒരു മനസ്സ്, ഒരു ശബ്ദം, ഇത്രയൊക്കെ ഉള്ളൂ. ആരും അതിന് രൂപത്തിലൊന്നും കണ്ടിട്ടില്ല. ആ ദൈവത്തിന്റെ ക്രോധഭാവത്തെയാണ് ആ ക്രോധഭാവത്തിൽ നിന്നും കൂടെ ദേഷ്യഭാവത്തിൽ സ്ട്രിക്റ്റായി നിന്നും കൊണ്ട് മനുഷ്യരെ നിയന്ത്രിക്കുകയും പഠിപ്പിക്കുകയും പ്രവാചകന്മാരെ അയച്ച് ഭൂമിയിലെ മനുഷ്യരെ ശാസിക്കുകയും രക്ഷിക്കുകയൊക്കെ ചെയ്യാൻ ശ്രമിച്ച ആ ദൈവത്തെയാണ്, സൃഷ്ടാവ ദൈവത്തെയാണ് ഞാൻ യഹോവ എന്ന രീതിയിൽ പറഞ്ഞത്. പക്ഷെ പലരും അത് തെറ്റിദ്ധരിച്ചിട്ട് മെയിനായിട്ടും ഈ മതത്തിലൊക്കെ അടിമപ്പെട്ട് എന്റെ മതമാണ് ഏറ്റവും വലുതെന്നൊക്കെ വിശ്വസിക്കുന്ന ചിലരൊക്കെയാണ് ഒരുപാട് കമന്റുകളൊക്കെ എനിക്ക് അയച്ചത്. പക്ഷെ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഞാൻ പറയുന്ന ദൈവം അതല്ല. ഇതൊക്കെ എന്റെയും സംശയങ്ങളായിരുന്നു. ഞാൻ പ്രാർത്ഥനയിലൂടെയും എന്നോട് സംസാരിക്കുന്ന ആ സൃഷ്ടാവ ദൈവം അതൊരു മനസ്സാണ് എന്നെ എനിക്കറിയാവൂ. അതിന് രൂപമൊന്നുമില്ല. എന്നെ ആ രൂപത്തിൽ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ കൈലാസത്തിലെ ശിവനെയും മറ്റ് ഗണപതിയെ ദേവിമാരെയൊക്കെ ഞാൻ രൂപത്തിൽ കണ്ടിട്ടുണ്ട്. എല്ലാം എന്റെ ആത്മീയ കണ്ടുകൊണ്ട് ധ്യാനത്തിലൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ സൃഷ്ടാവ ദൈവത്തെ എനിക്കിതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ ദൈവം എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതെല്ലാം പ്രകൃതിയിലുള്ള ആ നിറഞ്ഞു നിൽക്കുന്ന മനസ്സാകുന്ന ആ ദൈവം എന്റെ മനസ്സിലൂടെയാണ് എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. എനിക്ക് എന്റെ സംശയങ്ങളെല്ലാം ഉത്തരം തരുന്നത്. അപ്പൊ എനിക്ക് എന്റെ ഉള്ളിലൂടെയാണ് എന്റെ ഒരു രീതി, ഒരു ശബ്ദരൂപേണയാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ കേൾക്കാനും അറിയാനും പറ്റുന്നത്. അപ്പൊ എനിക്ക് കിട്ടിയ സംശയങ്ങൾ, എനിക്ക് വന്ന സംശയങ്ങൾ ഞാൻ ചോദിച്ച് എനിക്ക് സൃഷ്ടാവ ദൈവം പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യം എന്താണ്? എന്തുകൊണ്ട് ദൈവം ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു? അതിലെ പ്രധാന ഒന്നാണ് ഈ ദൈവം എന്ന് വിചാരിച്ച് സാധുക്കളായ ഭക്തർ പല അദൃശ്യ ശക്തികളുടെയും പുറകെ പോകുന്നു. ഇതൊന്നും ശരിക്കും ദൈവമല്ല. ഇതൊക്കെ ദൈവം ഓരോ കാലഘട്ടം എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് മുന്നമേ അല്ലെ കോടിക്കണക്കിന് മുന്നമേയൊക്കെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിലുള്ള ചില അദൃശ്യ ശക്തികളുടെയൊക്കെ പിറകെയാണ് നമ്മൾ ഈ ദൈവം എന്ന് പറഞ്ഞ് ഓടുന്നത്. പക്ഷെ എല്ലാവരുടെയും ആഗ്രഹം ആ സൃഷ്ടാവാ ദൈവത്തിലേക്ക് പോകണമെന്നാണ് ആത്മാക്കളുടെ ആഗ്രഹം. പക്ഷെ ഈ ആത്മാവിന്റെ അത് മനസ്സിലാക്കാതെ ഭൗതികമായി കാണുന്ന രൂപങ്ങളിലും നമ്മൾ പറയുന്ന പേരുകളിലും ഒക്കെ ആശ്രയിച്ച് ഇതാണ് ദൈവം അതാണ് ദൈവം എന്ന് പറഞ്ഞ് ഓടുന്നത് കൊണ്ട് ഈ അന്ത്യകാലത്ത് കലിയുഗത്തിന്റെ അവസാന ഭാഗത്ത് സൃഷ്ടാവ ദൈവം എന്താണെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ ദൈവത്തിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് എന്താണെന്നും എങ്ങനെയാണെന്നൊക്കെ എന്നിലൂടെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞ് ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഞാൻ ബുക്ക് വായിച്ചോ നെറ്റിൽ വായിച്ചോ അല്ലെങ്കിൽ ഈ യൂട്യൂബിലും അതിലൊക്കെ നിന്ന് കഥകൾ പറയുന്ന ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടോ ഉള്ള പറച്ചിലല്ല ഞാൻ പറയുന്നത്. നിങ്ങളെയൊക്കെ ശരിക്കുള്ള ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി എനിക്ക് ദൈവം പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത് കേട്ടിട്ട് ബൈബിളിൽ ഇങ്ങനെയാണ്, മറ്റേ ബുക്കിൽ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നീണ്ട കഥകളൊക്കെ എഴുതിയാലൊന്നും ഞാനത് നോക്കാൻ പോലും പോകുന്നില്ല. കാരണം എന്നോട് സംസാരിക്കുന്ന ഒരു ശക്തിയുണ്ട്. എന്റെ കുട്ടിക്കാലം മുതലേ ആ ശക്തിയുടെ നിയന്ത്രണത്തിലാണ് ഞാൻ. അപ്പൊ എനിക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി എന്നെ ആ ഒരു ജോലി ഏൽപ്പിച്ച് ഞാനത് ചെയ്യുന്നതാണ്. ഇപ്പൊ ഇതൊക്കെ എന്റെ ഈ കാര്യം കേൾക്കുമ്പോൾ ഏതെങ്കിലും മതത്തിൽ അടിമപ്പെട്ട് ഇതാണ് ശരി, നമ്മുടെ മതത്തിൽ പറയുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവം, മറ്റെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ഈ പറയുന്നത് കേട്ട് നിങ്ങൾ എന്റെ ഇത് മെസ്സേജ് മതിയാക്കിയിട്ട് വേറെ എന്തെങ്കിലും കാണാൻ പോവുക. കാരണം ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ മതങ്ങളിൽ അടിമപ്പെടാതെ
മനുഷ്യനെ മനുഷ്യനായി കാണുകയും സൃഷ്ടാവായ ഒരൊറ്റ ദൈവമേ ഉള്ളൂ, ആ ദൈവത്തിലേക്ക് എനിക്ക് എങ്ങനെ തിരിച്ചു പോകാം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെസ്സേജുകൾ പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും മതത്തിലുള്ളവരെ മാനസാന്തരപ്പെടുത്തി ഇങ്ങോട്ട് എത്തിക്കാനല്ല. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുകയും യഥാർത്ഥ ദൈവത്തെ ഒരു മതത്തിൽ പെട്ട് അടിമപ്പെടാതെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർക്ക് വേണ്ടിയിട്ടാണ് ഈ മെസ്സേജുകൾ കൊടുക്കുന്നത്. പക്ഷെ അതിനോടൊപ്പം ഈ അറിവ് കിട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ശരിക്കുള്ള ദൈവത്തെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ കേൾക്കുക. അങ്ങനെയുള്ളവർ എന്റെ മുൻ മെസ്സേജിലൊക്കെ കേട്ടാൽ ആ സൃഷ്ടാവായ ദൈവം എന്റെ മനസ്സിലൂടെ എനിക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ എന്റെ മുൻ മെസ്സേജുകളെ കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോ ഞാൻ പറയുന്ന ശിവൻ എന്ന് പറയുന്നത് ശരിക്കും ശിവശക്തി എന്ന രീതിയിൽ അല്ലെങ്കിൽ മഹാദേവൻ എന്ന പേരിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയും പുരുഷനും ഒക്കെ അടങ്ങിയ ചേർന്ന ഒരു അജ്ഞാത ശക്തി. രൂപമൊന്നുമില്ല. സാങ്കല്പികമായിട്ട് ഇങ്ങനെ ഓരോ പടങ്ങൾ വരച്ചു വെക്കണമെങ്കിലും അതിന് പ്രത്യേകിച്ച് രൂപമൊന്നുമില്ല. അത് പ്രപഞ്ചം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സായിട്ടാണ് എനിക്ക് അറിയാവുന്നുള്ളത്. അതാണ് ഞാൻ പറയുന്ന സൃഷ്ടാവായ ദൈവം. ആ ദൈവം തന്നെയാണ് ബൈബിളിൽ പറയുന്ന യഹോവ എന്നും എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞിരുന്നത് അങ്ങനെയാണേ. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ. ശരിക്കും എനിക്ക് ഒരിടത്ത് പോയി ഗവേഷണം ചെയ്യാനും പറ്റുകയില്ല. എന്നോട് പറയുന്നത് ആ ദൈവം തന്നെയാണ് യഹോവ എന്ന് പണ്ടുള്ളവർ പറയുന്നതെന്നും മുസ്ലിങ്ങൾ അള്ളാഹു എന്ന് പറയുന്നു, പിന്നെ റോമാക്കാർ വേറെ പേര്, അങ്ങനെ ഓരോ മതത്തിലും ഈജിപ്തുകാരും ഒക്കെ സൃഷ്ടിച്ച ദൈവത്തെ അവരവരുടെ രീതിയിൽ ഓരോ പേരിട്ട് വിളിക്കുന്നതാണ്. ഹിന്ദു മതക്കാര് അതിനെ മഹാദേവനെന്നും ശിവനെന്നും ഒക്കെ പറയുന്നു, ശിവം എന്നൊക്കെ പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ കൈലാസത്തിൽ രൂപങ്ങളായിട്ട് മനുഷ്യരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ഭാര്യയും മക്കളുമായിട്ട് ഇവിടെ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഈ ഭൂമിയിൽ വരികയും ഇവിടെയുള്ള മനുഷ്യരെ നിയന്ത്രിക്കുകയും സഹായിക്കുകയും അവരുടെ ആത്മാക്കളെ എത്രയും അങ്ങോട്ട് ആ ഏലിയനിലേക്ക് ആകർഷിച്ച് കൊണ്ടുപോയി ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ പറയുന്ന സൃഷ്ടാവാൻ ദൈവമല്ല. സൃഷ്ടാവാൻ ദൈവത്തിൽ നിന്ന് വന്ന ഒരു ശക്തി, ഒരു സൃഷ്ടി മാത്രമാണ്. നമ്മളെപ്പോലെ മനുഷ്യനെ പോലെ ടെക്നോളജിയൊക്കെ വികസിച്ച ഒരു ദേവനാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ദേവൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഏലിയൻ എന്ന് വേണമെങ്കിലും പറയാം. എന്റെ മുൻ മെസ്സേജ് കേട്ടതൊക്കെ മനസ്സിലാവും. ആണ് നമ്മൾ ഈ കൈലാസത്തിലുള്ള ശിവൻ. പുള്ളി ഇപ്പോഴും അവിടെ ഉണ്ട്. പല സ്ഥലങ്ങളിലും കറങ്ങുന്നു, തിരിച്ച് അവിടെ തന്നെ വരുന്നു, മറ്റ് ഡയമെൻഷനിലേക്ക് മറഞ്ഞു നിൽക്കുന്നു. ചിലപ്പോൾ 3 ഡയമെൻഷനിലേക്ക് വരാറുണ്ട്. ചില വ്യക്തികൾ കാണാറുണ്ട്. മറ്റ് പല ആൾക്കാരെയും ആത്മമണ്ഡലത്തിലൂടെ അല്ലെങ്കിൽ ഉബോധ മനസ്സിലൂടെ ആ കൈലാസത്തിലെ ശിവൻ അവരെ ആകർഷിക്കുകയും സൃഷ്ടാവാൻ ദൈവത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പല ആൾക്കാരെയും പല ആത്മാക്കളെയും ദർശനത്തിലൂടെയൊക്കെ വഴി തെറ്റിച്ച് ഈ ഏലിയനിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് എന്നോട് സൃഷ്ടാവാൻ ദൈവം പറയുന്നു. അപ്പൊ ഈ അന്ത്യകാലത്ത് ഈ ഏലിയന്റെ കയ്യിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ആത്മാർത്ഥതയുള്ള ഇതൊരു പരീക്ഷ ദൈവം വെച്ചിരിക്കുന്നത് തന്നെയാണ്. ഈ ഒരു ഏലിയനെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് മനുഷ്യർ ശരി തെറ്റ് മനസ്സിലാക്കി അവൻ അറിവ് സമ്പാദിച്ച് ജ്ഞാനം സമ്പാദിച്ച് സൃഷ്ടാവ ദൈവത്തെ തിരിച്ചറിയാൻ വേണ്ടി വെച്ചിരിക്കുന്നത് തന്നെയാണ്. അല്ലാതെ സൃഷ്ടാവ ദൈവം അറിഞ്ഞുകൂടാതെ ഇങ്ങനെ പരിപാടി നടക്കണമല്ല. ഈ ഒരു ഏലിയൻ ദൈവം എന്നും പറഞ്ഞുണ്ടെന്നും ഭാര്യയും മക്കളും ഒക്കെ ഇവിടെ ഭൂമിയിൽ അദൃശക്തികളായിട്ട് മനുഷ്യരെ സ്വാധീനിക്കുന്നെന്നും അവരെയൊക്കെ നിയന്ത്രിക്കുന്നതൊക്കെ സൃഷ്ടാവ ദൈവത്തിന് അറിയാം. പക്ഷെ ഇതിനൊരു അറിവ് വരണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് ഈ അന്ത്യകാലത്ത് യഥാർത്ഥ ദൈവം ആരാണെന്ന് എന്നിലൂടെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത്. ഇത് കേട്ട് വിശ്വസിക്കുന്നവർക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. അതല്ല മറ്റേ ദൈവം തന്നെയാണ്, ഈ സൃഷ്ടാവാൻ ദൈവം തന്നെയാണ് കൈലാസത്തിൽ ഒരു ഗുഹയ്ക്കകത്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അങ്ങനെയാണ് നിങ്ങളുടെ സങ്കല്പമെങ്കിൽ നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചിരിക്കുക. മരണശേഷം നിങ്ങളുടെ ആത്മാവ് ആ കൈലാസത്തിലുള്ള ശിവൻ എന്ന് പറയുന്ന ഏലിയൻ കൊണ്ടുപോകും. പിന്നെ കരഞ്ഞു വിളിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ പല വ്യക്തികളും അങ്ങനെ ആ ഏലിയൻ കൊണ്ടുപോയിട്ടുണ്ട്. മരണശേഷമാണ് മനസ്സിലാക്കുന്നത് സംഗതി തെറ്റിപ്പോയെന്ന്. അവർ കരഞ്ഞു വിളിച്ച് സൃഷ്ടാവ ദൈവത്തോട് ആഗ്രഹങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് അലഞ്ഞു നടന്ന് പിന്നെ ജന്മമെടുത്ത് പിന്നീട് ശരിക്കുള്ള സൃഷ്ടാവ ദൈവത്തെ തിരിച്ചറിയുകയും വല്ല കാട്ടിലെ ഗുഹയിലൊക്കെ പോയി ഏകാന്തമായി ഇരുന്ന് പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്ന് പ്രാർത്ഥിച്ച് സൃഷ്ടാവ ദൈവത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. അല്ലാതെ അമ്പലത്തിലോ അവിടെയോ പൂജിച്ചും രൂപങ്ങളിൽ വെച്ച് ആരാധിച്ചും ഈ കൈലാസത്തിലുള്ള തന്നെയാണ് സൃഷ്ടാവ ദൈവം എന്ന സങ്കല്പത്തിൽ ഒക്കെ ഇരുന്ന് മരിക്കുന്ന ആത്മാക്കളൊന്നും സൃഷ്ടാവാൻ ദൈവത്തിലേക്കല്ല പോകുന്നത്, ഈ ഏലിയനാണ് കൊണ്ടുപോകുന്നത് എന്ന സത്യം തിരിച്ചറിയണം. പലരും മെസ്സേജുകൾ വിട്ട് കമന്റുകളൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. എനിക്ക് എന്നോട് ഇടപെടുന്നതും എന്നോട് സംസാരിക്കുന്നതും ആ കൈലാസത്തിലെ ഏലിയൻ ശിവനല്ല, പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ആ അജ്ഞാത മനസ്സാണ്. ആ മനസ്സാകുന്ന ആ പ്രപഞ്ച സൃഷ്ടാവാണ് എന്നാണ് എനിക്കറിയാവുന്നത്. അതേ എന്റെ അടുത്ത് അങ്ങനെയാണ് പറയുന്നിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങളൊക്കെ കേൾക്കണമെങ്കിൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് മതത്തിൽ നിന്ന് പുറത്തു ചാടി ശരിക്കും മനുഷ്യനായി ദൈവം ഉദ്ദേശിക്കുന്ന ലെവലിൽ ഭൂമിയിൽ ജീവിച്ച് സത്യയുഗം ആസ്വദിക്കണം, അതിലേക്ക് പ്രവേശിക്കണം, മരണാനന്തരം അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ആ ഒരു മോക്ഷം കിട്ടി പ്രപഞ്ച സൃഷ്ടാവിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജുകൾ കേൾക്കുക. എന്റെ മുൻ മെസ്സേജുകളൊക്കെ കേട്ടു നോക്കുക. അതിലൂടെ ബാക്കി ഉത്തരങ്ങളും കാര്യങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളെല്ലാം അതിൻ്റെ അകത്തുണ്ട്. സംശയങ്ങളെല്ലാം അതിൽ തീരും.
അതല്ല എന്റെ മതത്തിൽ പറഞ്ഞിരിക്കുന്നതും എന്റെ മതത്തിൽ പറയുന്ന ദൈവം തന്നെ ആണ് യഥാർത്ഥ ദൈവം, മറ്റേതൊക്കെ ശരിയല്ല, അതും വേറെ ഏതോ ദൈവങ്ങളാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ മെസ്സേജിൽ കേൾക്കരുത്. ഇതിന്റെ അടിയിൽ കമന്റുകൾ വെറുതെ ചെയ്യേണ്ട കാര്യങ്ങളില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നതെന്ന് മനസ്സിലാക്കണം. കാര്യം ഓരോ വിഭാഗ ആത്മവളർച്ചയുള്ള മനുഷ്യ ഭൂമിയിലുണ്ട്. യേശുവിനെ ദൈവം എന്ന് പറയുന്ന ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട്. അവർക്കൊന്നും ഞാനീ പറയുന്നത് ഇഷ്ടപ്പെടില്ല. അപ്പൊ നിങ്ങൾ യേശുവിനെ ദൈവമായിട്ട് തന്നെ വെച്ച് അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ ആത്മാവ് ആ യേശുവിന്റെ അടുത്തേക്ക് പോകും. ഒരിക്കലും യേശുവിന്റെ പിതാവിനെ, യേശു പ്രാർത്ഥിച്ച പിതാവിന്റെ അടുത്ത് പോകില്ല എന്ന് സത്യം തിരിച്ചറിയണം. അതുപോലെ കൈലാസത്തിലെ ശിവനാണ് യഥാർത്ഥത്തിൽ ദൈവം എന്നൊക്കെ പറഞ്ഞിരിക്കും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ദൈവം തന്നെ നിങ്ങളുടെ ജീവിത രീതിയും നിങ്ങളുടെ ശൈലിയും പ്രവൃത്തിയും മനസ്സും ഒക്കെ ശരിക്കും പറഞ്ഞാൽ നേരും നെറിയായി കിട്ടിയാൽ മതി. ബാക്കി ഈ സൃഷ്ടാവാ ദൈവത്തിൽ തന്നെ പോണോ എന്ന് വരണമെങ്കിൽ ഇതൊക്കെ കളഞ്ഞിട്ട് നമ്മൾ വെറുതെ പ്രപഞ്ചത്തിൽ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ലെവലിലേക്ക് എത്തണം. അത് എത്താൻ പറ്റുന്നില്ല. ഏതെങ്കിലും ഒരു ദൈവം, എന്റെ മതത്തിലെ ദൈവം അത് മതി എന്ന് ചിന്തിക്കുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് അത് പോകും. മതത്തിൽ പറഞ്ഞിരിക്കുന്ന ലെവലിലേക്ക് നിങ്ങൾ പോകും. ഇപ്പൊ യേശു തന്നെ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, സ്വർഗം എന്ന് പറയുമ്പോൾ അവിടെ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്തോത്രം ദൈവത്തെ സ്തുതിച്ചിരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. നിങ്ങൾ അവിടെ പോകും. പക്ഷെ എനിക്ക് അത് താല്പര്യമില്ല. എനിക്കിപ്പോ ആ സ്വർഗത്തിൽ പോയി രാവിലെ വൈകുന്നേരം വരെ ഒരിടത്തിരുന്ന് ഹല്ലേലൂയ പാടിപ്പാടി ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിനപ്പുറത്തോട്ടൊരു മേഖലയുണ്ടോ എന്ന് ചോദിച്ച് എനിക്ക് പല കാര്യങ്ങളും ഇങ്ങോട്ട് പറഞ്ഞു തരുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അടുത്ത വലിയ ഒത്തിരിയുടെ മുകളിലോട്ട തലത്തിലോട്ട് പോകാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ തലമെങ്കിലും കിട്ടിയാൽ മതിയല്ലോ, അതും സ്വർഗമല്ലേ. അപ്പൊ അതിനപ്പുറത്തോട്ട് പക്ഷെ ഇതാണ് ശരി എന്നും പറഞ്ഞ് വലിയ ലെവലിലോട്ട് പോകാൻ നിൽക്കുന്നവരെയും കൂടി മനസ്സ് മാറ്റേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു അതിൽ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇതിനപ്പുറത്തോട്ട് വേണം, അല്ലെങ്കിൽ ഈ മതങ്ങളിൽ നിന്നെല്ലാം അതീതമായി നിൽക്കുന്ന ശരിക്കുള്ള ദൈവം, മനുഷ്യനെ മനുഷ്യനാക്കുന്ന ദൈവം, മനുഷ്യനെ മനുഷ്യനെ കാണുന്ന ദൈവം, അങ്ങനെ ഒരു സങ്കല്പത്തിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ മെസ്സേജിൽ കേൾക്കുക. അതിലൂടെ നിങ്ങളൊരു മനുഷ്യനായി മാറും. പിന്നെ ഈ മതത്തിന്റെ ഈ അടിമത്തത്വം നിങ്ങൾക്ക് യോജിക്കില്ല. നിങ്ങളുടെ മനസ്സ് അതിലോട്ട് പോകൂല. അപ്പൊ അങ്ങനെയുള്ള അനേകർ എന്റെ മെസ്സേജ് കേട്ട് അവരുടെ മനസ്സ് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അവരെന്താണ് ആഗ്രഹിച്ചത്, ആ രീതിയിലുള്ള കാര്യങ്ങളും ഉത്തരങ്ങളും മറുപടികളൊക്കെ അറിവുകളൊക്കെ തരുന്ന ഒരാൾ ഞാനുണ്ട് എന്ന രീതിയിൽ എനിക്ക് മെസ്സേജിൽ തരുന്നുണ്ട്. അത്തരക്കാർക്ക് വേണ്ടി ആണ് ദൈവം ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. കാരണം അവർക്ക് വേണ്ട ആത്മീയ അറിവും ആത്മീയാഹാരം കൊടുക്കാൻ ആൾക്കാർ വളരെ കുറവാണ്. പക്ഷെ മതത്തിന്റെ അറിവും കാര്യങ്ങളും കൊടുക്കാൻ അനേകരുണ്ട്. ഒരുപാട് ആൾക്കാർ അതിനുവേണ്ടി മെനക്കെട്ട് നടപ്പുണ്ട്. പക്ഷെ സൃഷ്ടാവ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ മലയാളികൾക്ക് വേണ്ടി നീ ഇത് ചെയ്യണം, ഇത് നിന്റെ നിയോഗമാണെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്. എന്റെ ആത്മാവിന്റെ ജോലി ഇതായതുകൊണ്ട് ഈ അറിവുകൾ കൊടുക്കുന്നു. ആവശ്യമുള്ളവർ എടുക്കുക, ആവശ്യമില്ലാത്തവർ കളയുക. എന്റെ ഓരോ മെസ്സേജിലും ഞാൻ എന്റെ മുഖം ആ ഫ്രണ്ടിലിടും. ഈ മുഖം കണ്ടിട്ട് വെറുതെ മതത്തിൽ അടിമപ്പെട്ടവരിയ്ക്കുന്ന ആരും തുറന്നു കയറി കാണണ്ട. എന്നെങ്കിലും നിങ്ങൾക്ക് മതം ശരിയാകുന്നില്ല, ആ രീതിയിൽ നിങ്ങൾക്ക് പോകുമ്പോൾ ഒന്നും തൃപ്തി വരുന്നില്ല, ഇതിനപ്പുറത്തോട്ട് വേണം എന്നെന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എന്റെ മെസ്സേജുകൾ കേൾക്കുക. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.